പരിഹാസത്തിന്റെ അസ്ത്രങ്ങൾ ഏൽക്കേണ്ടി വന്ന രണ്ടുപേർ. അവരുടെ സ്വപ്നങ്ങളുടെ 7 അയലത്തു പോലും വിവാഹം എന്നൊരു സ്വപ്നമേ ഇല്ലായിരുന്നു. പരിമിതികളിൽ പരാതി പറയാതെ ജീവിതം മുന്നോട്ടു പോകുന്നതിനിടെ ജീവിതത്തിന്റെ ക്രോസ് റോഡിൽ വെച്ച ഇരുവരും കണ്ടുമുട്ടി, പരിചയപ്പെട്ടു, അടുത്തറിഞ്ഞു. പിന്നീട് വാട്സപ്പ് മെസ്സേജിൽ ആ പ്രണയ സന്ദേശവും എത്തി. പിന്നെ പറയണ്ടല്ലോ, വലിയ സംഘടനകളില്ലാതെ ആ പ്രണയം അങ്ങനെ പൂവടിഞ്ഞു. പിന്നെ വിവാഹം. പറഞ്ഞു വരുന്നത് ഇന്നത്തെ അതിഥികളെ കുറിച്ചാണ്. അമൽ, സിത്താര. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയരായവരാണ് ഇരുവരും. അമലും സിത്താരയും ദമ്പതികളായതിന് പിന്നെയല്ല, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇരുവരെയും. ലിറ്റിൽ കപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് എപ്പോഴും എത്താറുണ്ട്. നമസ്കാരം, സ്വാഗതം. സ്വാഗതം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് ന്യൂ ഇയറിന്റെ പ്ലാനിങ് ഒക്കെ? എങ്ങനെയാണ്? ന്യൂ ഇയർ പ്ലാൻ അങ്ങനെയൊന്നുമില്ല, എന്നിടത്ത് പോവുക അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. എന്താ പറയാ, അടിച്ചു പൊളിക്കണം അങ്ങനത്തെ ഒന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജീവിതത്തിലെ ഓരോ സംഘടനകളും അതെല്ലാം നിങ്ങൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക സന്തോഷങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഓരോന്ന് അച്ചീവ് ചെയ്യാനുള്ള ഓരോ നിമിഷങ്ങളായിട്ട് തന്നെയല്ലേ കാണുന്നത്? കാരണം കുറേ അധികം. എങ്ങനെയാണ് ലിറ്റിൽ കപ്പിൾ എന്ന ഒരു യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരു ഐഡിയ എത്തിയത്? ലിറ്റിൽ കപ്പിൾ എന്ന യൂട്യൂബ് ചാനൽ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഞങ്ങളതായുള്ള വീഡിയോ ഇട്ടപ്പോ എന്താ പറയാ, സോഷ്യൽ മീഡിയ പറഞ്ഞു, മക്കളെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോ കാര്യങ്ങൾ അതിലിട്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവുന്നു. അപ്പൊ ചെറുങ്ങനെ ഒന്ന് തുടങ്ങി നോക്കി. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ കൂടിയ സമയത്ത് ആകെ 2K ഫോളോവേഴ്സ് ആയിരുന്നുള്ളൂ. പിന്നെ പതുക്കെ നമ്മൾ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങിയപ്പോ ഇന്ന് ഇതുവരെ 97K ഇന്ന് വരെ ഞങ്ങളെ യൂട്യൂബ് ചാനല്. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഫേസ്ബുക്കിൽ 41K, യൂട്യൂബില് 97, ഇൻസ്റ്റയിൽ എത്രയായിരുന്നു? 1,44,000. ലിറ്റിൽ കപ്പിൾ എന്നുള്ളൊരു പേര് അതിലേക്ക് തന്നെ എത്തിയത് എങ്ങനെയാ? ലിറ്റിൽ കപ്പിൾ എന്ന് പറയുന്നത് വെച്ചാൽ അതെ, ഞങ്ങൾ രണ്ടാളും സ്മോൾ അല്ലേ, അപ്പൊ അങ്ങനെ ഒരു ആശയം വെച്ചു ലിറ്റിൽ കപ്പിൾ. ഇപ്പോൾ സിത്താരയാണ് നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ എല്ലാ ജീവിതം രണ്ടുപേരുടെയും മാറ്റിമറച്ചു എന്നൊക്കെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് സിത്താര തന്നെയല്ലേ? അല്ലേ? എങ്ങനെയാ ആ ഒരു ജേണി ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു കൂട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഒരുപാട് കാലം ആലോചിച്ചിരുന്നു. അപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഞങ്ങള് പരിചയപ്പെട്ടപ്പം കല്യാണം കഴിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ തോന്നിയപ്പോഴാണ് എനിക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചത്. എങ്ങനെ ഈ വാട്സപ്പ് അതിൽ പ്രധാന ഒരു ഘടകമായിരുന്നു അല്ലേ? വാട്സപ്പ് മെസ്സേജിലൂടെയാണല്ലോ എല്ലാം. ഒരു കൊറോണ ടൈം ആയിരുന്നു തുടങ്ങിയത്. അപ്പൊ ഇവര് ഗ്രൂപ്പൊക്കെ തുടങ്ങിയ സമയത്ത് പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ വന്നിട്ട് ഞാൻ അവതരിപ്പിച്ച് അയച്ചു കൊടുത്ത്, അങ്ങനെ ഒരു ദിവസം രാത്രിയില് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട്. പിന്നെ കല്യാണം കഴിഞ്ഞു. അമൽ എങ്ങനെയായിരുന്നു അപ്പൊ ഫസ്റ്റ് ഒരു കുട്ടി വരുന്നു ഇഷ്ടാന്ന് പറയുന്നത്? എങ്ങനെയായിരുന്നു അതിനെ അക്സെപ്റ്റ് ചെയ്തതൊക്കെ? അല്ല, എന്റെ ജീവിതത്തിൽ ഈ കല്യാണം എന്ന് പറഞ്ഞ സാധനം ഞാൻ എന്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്താ പറയാ, കമ്പനിക്കാരൊക്കെ ഓരോരോ തെങ്ങിന്റെ ചുവട്ടിൽ പോയിരുന്ന് ഫോണ് സൊല്ലുമ്പോ നമ്മളിങ്ങനെ ആരെങ്കിലും മെസ്സേജ് അയച്ചാല് എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചോദിക്കും എന്താ കാരണം. അപ്പൊ ആളെ ഫ്രണ്ടിനോട് ചോദിക്കും. അപ്പൊ പറയും ചേട്ടാ പറഞ്ഞതെന്ന് വെച്ചാല് ചേട്ടന്റെ ഹൈറ്റിന്റെ ഇതാണ് ആ കൊച്ചു പറഞ്ഞതെന്ന് പറയും. അപ്പൊ അങ്ങനെ 4-5 ഞാൻ പോയിട്ടുണ്ട്. ഇഷ്ടാന്ന് പറഞ്ഞിട്ട് 2-3-4-5 ആൾക്കാരുടെ അടുത്ത് പോയപ്പോ സമയത്ത് 2-3 അനുഭവം നമുക്ക് തന്നെ മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞ് എന്താ പറയാ, കമ്പനിക്കാരൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവരോട് തന്നെ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് കല്യാണം എന്നുള്ള ഒരു സാധനം ഇല്ല, ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോവാന്നുള്ള. പിന്നെ വീടിന്റെ പണി തുടങ്ങി. അപ്പൊ വീട്ടില് അച്ഛൻ എന്നോട് പറഞ്ഞു, നിന്റെ ബാത്റൂം വലുതാക്കണോ അതോ ചെറിയ ബാത്റൂം മതിയോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റത്തടിയായിട്ട് നടക്കുന്ന അച്ഛൻ, ഞാൻ ഇനി എന്തായാലും ഒറ്റത്തടിയായിട്ട് നടക്കുന്ന, അപ്പൊ എനിക്ക് ചെറിയ ബാത്റൂം മതി എന്നാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കുളിക്കാനും ഇതാക്കാനൊക്കെ ഉള്ള. അപ്പൊ അന്ന് എന്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വലുതാക്കിയ മോനെ, കുറച്ച് ആരെങ്കിലും വന്നു കൂടാന്നില്ല. അങ്ങനെ ഞങ്ങളതായുള്ള ഒരു കാറ്റഗറിയിൽ നിന്ന് ആളെ പരിചയപ്പെട്ടു, സിത്താരേനെ പരിചയപ്പെട്ടു. ആ ഒരു സമയത്താണ് ഞങ്ങള് ഗ്രൂപ്പിൽ ഓണപരിപാടി വെക്കുന്നത്. ആ ഓണപരിപാടിന്റെ സമയത്ത് ഞാൻ ആളെ പരിചയപ്പെടുന്നത്. അതിന്റെ മുന്നേ ആള് ഗ്രൂപ്പിൽ വന്ന സമയത്ത് ആള് പറയുന്നത് വെച്ചാല്
ഗ്രൂപ്പുകാരോട് ചേച്ചി എനിക്ക് വീടില്ല, സെക്രട്ടറിനോട് പറയാം ചേച്ചി എനിക്ക് വീടില്ല, വീട് കിട്ടാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കൊണ്ടാകുന്ന സഹായം കൊണ്ട് കൊടുക്കലുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു, ഞാൻ അന്ന് എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് ആ കൊച്ചിനൊരു വീട് റെഡിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് സിത്താരേനെ അറിയൊന്നുമില്ല. അത് കഴിഞ്ഞ ഓണപ്പരിപാടിക്കാണ് സിത്താരേനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ ഓണപരിപാടിന്റെ കോർഡിനേറ്ററായിട്ട് ഞാനാണ് നിന്നത് ഗ്രൂപ്പിൽ. അപ്പൊ എല്ലാവരും എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ട് ഞാൻ കോർഡിനേറ്റർ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോ അങ്ങനെ സെൻഡ് ചെയ്ത സമയത്ത് ഒരു മൂന്ന് പാട്ട് സെൻഡ് ചെയ്ത് തന്ന് രാത്രി 12 മണിക്ക് സിത്താര ഫോൺ എടുത്ത് ഐ ലവ് യു എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. പുള്ളിക്കാരത്തി എന്ന് വിളിച്ചത് ഡിലീറ്റ് ചെയ്തു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അതെ, പറഞ്ഞെന്താ വെച്ചാൽ എന്നോട് മാറിപ്പോയി ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഇവളെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി, എങ്ങനെയാണെന്നൊക്കെ. ഫേക്ക് ആയിട്ട് ഐഡിയിലൊക്കെ വരുമല്ലോ മെസ്സേജ്. അതെ അതെ. അപ്പൊ അവളെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ഞങ്ങളുടെ ട്രസ്റ്റിന്റെ സെക്രട്ടറി നീലിമേനോട് പറഞ്ഞു, ചേച്ചി എനിക്കിപ്പോ താല്പര്യമില്ലെന്ന് ആ കൊച്ചിനോട് അങ്ങ് പറഞ്ഞേക്ക്, ഫസ്റ്റ് ലോട്ടറി നമുക്ക് ഇങ്ങോട്ട് അടിച്ച്. അപ്പൊ നമ്മൾ എന്താ പറയാ, അതിന്റെ ഒരു ഇത് കാണിക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ ചേച്ചി എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നടാ, ആ കൊച്ചിന് നിന്നോട് നല്ല ക്രഷാണ്, അപ്പോ അവളിങ്ങനെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വിട്ടിട്ട് ഞാനും പോയി കാര്യങ്ങൾ നോക്കി. അങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോ പറഞ്ഞു, ആ ഒന്ന് കാണാൻ പോയിക്കളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാണാൻ പോയ സമയത്തും ഇവളെ അമ്മയും ഇവളും പറയുന്നത്, അമലൂസിന് ഞാൻ പറ്റൂല എന്നുള്ളല്ലേ, ഹൈറ്റ് എനിക്ക് അമലൂസിനെക്കാട്ടും ഹൈറ്റ് കുറവാണ്, എന്താണ് പിന്നെ എന്റെ വൈകിട്ട് ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ഞാൻ എന്റേതായുള്ള ഒരാളെയാണ് നോക്കുന്നത്. അപ്പൊ അന്ന് എന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ആ കുട്ടീനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട്, അവളെ വീട്ടിന്റെ കാര്യങ്ങളൊക്കെ എന്റെ അച്ഛനും എന്റെ ഫാമിലിയും ഒക്കെ അറിയാം, വീട്ടുകാരോടൊന്നും വേണ്ടാന്ന് പറയണം, ആ കൊച്ചിനെ മാത്രം മതി എന്ന് പറയണം. അന്ന് എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ അച്ഛന്റെ പെങ്ങളും ഒക്കെ പറഞ്ഞ ഒറ്റ കാര്യമാണ്. അവളെ അമ്മേനെ വിളിച്ച സമയത്ത്, നിങ്ങളെ മോളെ മാത്രം ഞങ്ങൾക്ക് മതി, വേറെ ഒന്നും വേണ്ടാന്ന്. എന്നുവെച്ചാൽ അവളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ടാണ്. എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞു വെച്ചാല്, ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീട് ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് വീടുണ്ടാക്കിയത്. എനിക്ക് വലിയൊരാളെ എക്സ്പെക്ട് ചെയ്ത് കല്യാണം കഴിച്ച് കുറെ സ്വർണവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് എന്റെ വീടിന്റെ കടങ്ങളൊക്കെ നിൽക്കാം. പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഈ സ്വർണം എന്ന് പറയുന്നത് എന്താ, വെറുതെ ഒരു സാധനം. ഇപ്പോ ഈ പെൺമക്കളെ കല്യാണം കഴിച്ചു വിടാൻ ഓരോരോ അച്ഛനമ്മമാര് കഷ്ടപ്പെടുന്ന നമ്മളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛനമ്മമാര്. നമ്മള് ഈ കുട്ടീനെ കൈ പിടിച്ചിങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാല് പിന്നെ അവളെ വീട്ടിലെ അവസ്ഥ എന്താന്ന് നമ്മൾ ചിന്തിക്കൂല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് നമ്മളവിടെ കൂടാൻ പോയാല് നമ്മൾ അറിയും, മോനെ ഇങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്, അവളെ കുറച്ച് സ്വർണം ഞങ്ങൾക്ക് തരണം എന്ന്. അങ്ങനെയുള്ള പൊതുവെ അങ്ങനെയാണ് ഞാൻ കണ്ടതൊക്കെ എങ്ങനെയാണ്. അപ്പോ ഞാൻ ഓൾറെഡി ആയിട്ട് ആളോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ ആള് ആളെ അമ്മയും എന്നെ ഫസ്റ്റ് തന്നെ കാണാൻ വന്നു. ഞാൻ വിചാരിച്ച ആളെ കമ്പനിക്കാരത്തിനെ ഇങ്ങനെ വിളിച്ചു വരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് കമ്പനി? എന്നെ ആരും കൂട്ടൂലെന്ന് പറഞ്ഞു. ഒരു കൂട്ടിന് പോലും ആരും കൂട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് അകറ്റി നിർത്തിയ ഒരാളാണ്. പിന്നെ അവർക്കും അവളേതായുള്ള ഒരുപാട് മോഹങ്ങളും എന്താ പറയാ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. എന്നെ കൊണ്ട് നിറവേറ്റാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിറവേറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ആള് നമ്മളൊക്കെ എന്താ പറയാ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഒന്നെങ്കിൽ എ സിയിലെങ്കിലും കിടക്കും. ആളങ്ങനെ ഒരു എ സി കിടന്നിട്ടുണ്ട്. അപ്പൊ എവിടെ പരിപാടിക്ക് പോയ സമയത്തല്ലേ അത്. പിന്നെ അവള് എന്താ പറയാ പേടിച്ചിട്ട് ഉറങ്ങാത്ത ഒരു ദിവസം പോലും ഇല്ല. പാമ്പ്, എലി, പഴുതാര എന്നുള്ള ഇതൊക്കെ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഞങ്ങൾ തരണം ചെയ്ത് പോകുന്നു. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം അല്ലേ. കാരണം അതിന്റെയൊക്കെ ഒരു വിജയ റിസൾട്ട് തന്നെയല്ലേ നിങ്ങൾ ഇപ്പൊ ഇത്രത്തോളം ആളുകൾ, അതായത് അത്രയും വലിയൊരു പരിപാടിയിൽ നിങ്ങൾ എത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. കാരണം സിത്താരയുടെ ഉറച്ച ഒരു വിശ്വാസം അതൊക്കെ തന്നെയായിരിക്കില്ലേ സിത്താര ഈ ഒരു മാറ്റത്തിനുള്ള പിന്നിലുള്ള ഒരു ശക്തി എന്ന് പറയുന്നത്. അതെ അതെ, എന്തായാലും അവക്ക് എന്ന് വെച്ചാൽ എന്താ പറയാ, ഇപ്പൊ എന്ന് പറയുന്നത് കുറച്ച് കറങ്ങാൻ പോണം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ വലിയ ദൂരോട്ടൊന്നും പോവില്ല. ആകെ നമ്മളിവിടെ ബീച്ചിലൊക്കെ പോകും. അത് തന്നെ ഞങ്ങളെ കൂടെ അച്ഛനില്ലാണ്ട് ഞങ്ങൾ ഇതുവരെ എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് അണിമോള് പോലും പോയിട്ടില്ല. ഒന്ന് കറങ്ങാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടില്ല, പേടിച്ചിട്ടാ. സമൂഹത്തിൽ
ഈ സമൂഹത്തിലുള്ള ആൾക്കാരെ പേടിച്ചിട്ട് അവരെന്ത് പറയും, അത് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവം നമുക്ക് പറയാൻ പറ്റില്ല, എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അവര് നമ്മളെ എങ്ങനെ കാണുന്നു. ഇപ്പൊ അവള് തന്നെ ഒരുപാട് പ്രാവശ്യം പറയും, അമലുസെ നോക്കി അവര് നമ്മളെ നോക്കിയാണ് ചിരിക്കുന്നത്, നമ്മളെ നോക്കിയാണ് കളിയാക്കുന്നത്. എനിക്കറിയില്ല, എന്താ പറയാ, ഇപ്പൊ പല രീതിയിലുള്ള വീഡിയോയും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ എല്ലാരും കാണുന്നല്ലേ. അതിനൊക്കെ എന്താ പറയാ നല്ല സപ്പോർട്ടും. നമ്മൾ ചെയ്യുന്ന വീഡിയോന് ചില ആൾക്കാർ നമ്മളെ കാണുന്നത് വേറൊരു രീതിയിലാണ് നമ്മളെ കാണുന്നത്. അതെന്താന്ന് എനിക്കൊന്ന് ജനറേഷന്റെ പ്രശ്നമാണ്. നമ്മളെ ഈ ഒരു കേരളം എന്ന് പറയുന്ന ആ ഒരു ജനറേഷന്റെ പ്രശ്നമാണ്. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ അകറ്റി നിർത്തുക. തീർച്ചയായും നിങ്ങളെ യൂട്യൂബ് വീഡിയോയിലൊക്കെ കുറച്ചധികം നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരുന്നുണ്ട്. കാരണം ഈ കല്യാണത്തിന്റെ വീഡിയോ പുറത്ത് വന്നപ്പോൾ തന്നെ, കല്യാണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലായിരുന്നു അല്ലേ. ആ ഒരു വീട്ടുകാർ അറേഞ്ച് ചെയ്തു, പക്ഷെ ആ ഒരു ഡേറ്റ് മാറും എന്ന് വിചാരിച്ച് കുറെ അധികം പെട്ടെന്ന് തന്നെ നിങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോയതാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അവളെ വീട്ടിൽ ഞാൻ ഒരു ദിവസം പോയി, ഓണത്തിന് ഡ്രസ്സ് കൊടുക്കാൻ പോയ സമയത്ത് അവൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ കല്യാണം നമ്മൾ നിശ്ചയിച്ച ഡേറ്റിൽ നിന്ന് കുറച്ച് മാറും. ഞങ്ങളെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു നിശ്ചയിച്ചത്, ഡിസംബർ 28-ന്, കഴിഞ്ഞ വർഷം ഡിസംബർ 28-ന്. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങള് കുറച്ച് മാറും മോനെ. ഞാൻ ചോദിച്ചു എന്താ അമ്മ? അവൾ അപ്പയ്ക്ക് ഇപ്പൊ പണിയില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും, അവക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വർണ്ണമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു ഒന്ന് പോയേ ചെക്ക, അതൊക്കെ വേണം, ഒരു പെണ്ണാണ്, അവളെ കെട്ടിച്ചു വിടുമ്പോ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അതിന്നൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവളോട് കണ്ണിൽ നോക്കി സംസാരിച്ചു. ഞങ്ങൾ ആ സ്പോട്ടില് അവിടെ നിന്ന് ഇറങ്ങി. അവൾ ഇട്ട ചെയിൻ, അതായത് അവൾ അമ്മ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മേടിച്ചു കൊടുത്ത ചെയിൻ അടക്കം അവിടെ വെച്ചിട്ടാണ്, ചെയിന്, കാതില്, മോതിരം എല്ലാം അവിടെ ഊരി വെച്ചിട്ടാണ് അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഞാൻ മേടിച്ചു കൊടുത്ത താലിയാണ് ഇപ്പൊ അവളെ കഴുത്തിലുള്ളത്. ഞങ്ങൾ അധ്വാനിച്ച് മേടിച്ചതാണ്. അന്ന് ഈ ഇറങ്ങി വരുമ്പോൾ സിത്താര എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? കാരണം അമ്മ അത്രത്തോളം സിത്താരയുടെ വിവാഹം വലിയ തരത്തിൽ നടത്തണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നു. അത് ഞാൻ കാരണം പച്ചക്കറി മേടിക്കാൻ വേണ്ടിട്ട് എന്നെ വിട്ടതാ. ബാക്കി പൈസക്ക് പച്ചക്കറി വാങ്ങിക്ക് പോരാൻ പറഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലൊന്നും പോയിട്ട് വരാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞങ്ങള് അമ്പലത്തിലേക്കല്ല പോയത്, ഞങ്ങൾ ഒളിച്ചോടാനായിട്ട് പ്ലാൻ ചെയ്തത്. അന്നേരത്തേന് പിന്നെ കുറച്ച് ട്രെയിൻ ഒരു എറണാകുളം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ടെൻഷനായി, അമ്മ ഒറ്റയ്ക്കായി, അമ്മ എന്നെ കാണാൻ ടെൻഷൻ ആവുമെന്ന് മേടിച്ചിട്ട് ഞാൻ ആകെപ്പാടെ പേടിച്ചു. എന്നെ തിരിച്ചു കൊണ്ടുവിടാൻ പറഞ്ഞു. പക്ഷെ ആ ഒരു യാത്ര, ഇതിപ്പോ പുതിയൊരു ലൈഫ്, പുതിയൊരു രീതിയിലേക്ക് അല്ലേ, നമ്മളെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായി മാറിയല്ലേ? അതെ അതെ അതെ. തീർച്ചയായും ഇപ്പൊ വീട്ടുകാരുടെ, നിങ്ങളുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ, വെഡിങ് ആനിവേഴ്സറി, അതിന്റെയൊക്കെ ഒരു ഫോട്ടോസും വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിരുന്നു. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് നിങ്ങൾ അതൊക്കെ ആഘോഷിക്കുന്നത്. ചെറിയൊരു മൊമെന്റ് ആണെങ്കിലും അത് നിങ്ങൾ വലിയ തരത്തിൽ ആഘോഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെ അതെ. അത് എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്താ പറയാ, കഴിക്കണം എന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു പരിപാടി, ഒരു ചെറിയൊരു പരിപാടികളെ കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത് എന്താ പറയാ, അച്ഛന് ഒരു ബാധ്യതയായി മാറരുത് എന്ന് വെച്ചിട്ട് കല്യാണം പോലെ വീട്ടുകാർ പറഞ്ഞു, ഇപ്പൊ കല്യാണം പോലെ ആക്കണോ. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് കുറച്ച് എന്റെ ഫ്രണ്ട്സുകളെയും എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഒരു പരിപാടി നടത്തി. ആ പരിപാടിയിൽ ഹെൽപ്പ് ചെയ്ത് എന്റെ അച്ഛനും ഞാനും കൂടി പിന്നെ ചേട്ടൻ, ഞങ്ങളെല്ലാം കൂടി ആ പരിപാടി നടത്തി. കുറെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരുണ്ടായിരുന്നു. ജനങ്ങൾക്ക് അറിയണം ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി. അപ്പൊ കല്യാണത്തിനും അമ്മ വന്നിട്ടില്ല അവളെ. അപ്പൊ അവളെ അമ്മയും വന്നു. നല്ലൊരു ലിറ്റിൽ ഏഞ്ചൽ പോലെയായിരുന്നു സിത്താര അന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോസ് കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിയിരുന്നു. നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം കൂടുതലായിട്ട് അതിൻ്റെ പുറകെ നമ്മൾ പോകുമല്ലോ. ആ ഇടയിലൊക്കെ നമ്മൾ കുറേ നെഗറ്റീവ് കമൻസുകൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഒരു അറ്റാക്ക് അത് തന്നെയാണെന്ന് തോന്നൂല്ലേ, നമുക്ക് പുറത്തേക്ക് വരാൻ നിങ്ങളെപ്പോലെ ശ്രമിക്കുന്ന ഒരുപാട് പേർക്ക് അത് വലിയ മുന്നോട്ട് വരാൻ പറ്റാതാകുന്നത്. ഞങ്ങളിപ്പോ ഒരു 160 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ്. അതിൽ ഒരുപാട് പേര് ഇപ്പൊ പുറത്തു പോലും ഇറങ്ങാത്ത ഒരുപാട് പേരുണ്ട്. എന്നുവെച്ചാല് 4 ചുമരിന്റെ ഉള്ളില് പഠിത്തം കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്താ പറയാ, പഠിക്കാൻ പോയി കഴിഞ്ഞാല് എല്ലാരെ പോലെ നമ്മളെയും കൂട്ടില്ല, നമ്മളെ കൂട്ടില്ല, നമ്മൾ ഒഴിവാക്കേണ്ടടുത്ത് ഒഴിവാക്കും. എനിക്കെന്താന്നറിയില്ല. വിവാഹത്തിന്, കുട്ടികളുടെ വിവാഹം, അതിനൊക്കെ കേസ്, അങ്ങനെ തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ബാലവിവാഹം നിരോധിച്ചു. പിന്നെ ഇതെന്തെങ്കിലും പ്രാങ്ക് ആയിട്ടുള്ള വീഡിയോ ആണോ,
പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ച കൊച്ചുങ്ങൾ ഉണ്ടാവുമോ, അതെ വെബ് സീരീസ് ആണോ എന്നൊക്കെ പല രീതിയിലുള്ള കമന്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ റീസെന്റ് ആയിട്ട് അമൽ പ്രതികരിക്കാൻ തുടങ്ങിയല്ലേ? കാരണം കേസ് പറഞ്ഞോളൂ. ഇപ്പം കുറച്ച് കേസും കാര്യങ്ങളും പറഞ്ഞ് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ ഓൾറെഡി എന്റെ ഇൻസ്റ്റഗ്രാം ആക്ട് ചെയ്തപ്പോ എനിക്ക് വലിയൊരു സ്വീകരണമാണ് ഇവിടെ കിട്ടിയത്, നമ്മുടെ സൈബർ സെല്ലില്, വടകര സൈബർ സെല്ലില്. അപ്പോ സാർമാര് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവര് തന്നെയാണ്, വടകര സൈബർ സെല്ലിൽ നിന്നാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ബാക്കപ്പ് എടുത്തു തന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് കുറച്ച് സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നും നെഗറ്റീവ് വരികയാണെങ്കിൽ എന്താ പറയാ, വീട്ടിലുള്ള അച്ഛനും അമ്മേനും ഒക്കെ പറയുമ്പോ നമ്മളെ വീഡിയോ ചെയ്യുന്നതിന് നമ്മളെ പറയാ, വീട്ടിലുള്ള അച്ഛനും അമ്മേനും എന്താ പറയാ അവര് വളർത്തി ഇങ്ങനെ ആക്കിയതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ആൾക്കാരില്ലേ. അപ്പോ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ കളിയാക്കുമ്പോ ഇനി വരുന്ന തലമുറ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ സമൂഹം അവരെന്ത് ചെയ്യും? അവർക്കും ഇവിടെ വളരണ്ടേ? നമ്മളിവിടെ പറയുന്നുണ്ട് ഇവിടെ കിളികൾക്ക് വളരാം, അല്ലെ പക്ഷികൾക്ക് വളരാം, മറ്റുള്ള മൃഗജന്തുക്കൾക്ക് ഇവിടെ വളരാനുള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ ഇവിടെയുള്ള കുറച്ച് മാമന്മാർക്കും മാമിമാർക്കും ചൊറി. പക്ഷേ ഇതൊന്നും തിരുത്താൻ പറ്റുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. പക്ഷെ ഇതിനെയൊക്കെ തരണം ചെയ്താണ് നിങ്ങളെ യാത്ര. കാരണം ആ കൂട്ടത്തിലെ കൂടുതലോ ഉയരക്കുറവോ അല്ല, നമ്മളെ ആര് തിരിച്ചറിയുന്നു എന്നതിലാണ് നിങ്ങളുടെ ജയം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ കണ്ടുമുട്ടിയത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി നിങ്ങൾ അവിടെ എഴുതിപ്പെട്ടു. കാരണം അത് നമ്മളെല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ. അന്ന് ഞാൻ പോയത് എന്താണെന്ന് വെച്ചാല്, ചേച്ചിനെ കണ്ടിട്ട് പോയത് അങ്ങോട്ടാന്ന് വെച്ചാൽ തിരുവനന്തപുരം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലേക്കാണ്. മമ്മൂട്ടിയുടെ ഒപ്പം നിന്ന് സിത്താര ഫോട്ടോ എടുത്തല്ലോ. എടുത്തു. അതും വേറൊരു പരിപാടിയാണ്. കൾച്ചറൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ കേരള സർക്കാർ നടത്തുന്ന, കൊച്ചിയിൽ നടത്തുന്ന പരിപാടിയിൽ ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഒരു വിഭാഗം പരിപാടി നടത്താൻ. അപ്പൊ സിത്താര പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോ അന്ന് ഞങ്ങളെ വിളിച്ചപ്പോ ഞങ്ങൾ പോയി. അന്ന് മമ്മൂട്ടിയായിരുന്നു ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മമ്മൂട്ടിനെ കണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. വലിയ തരത്തിൽ വൈറലായിട്ടുണ്ട്. കാരണം അദ്ദേഹം അവിടുന്ന് സ്റ്റേജിൽ നിന്ന് തിരിഞ്ഞു പോകുന്നു, പക്ഷെ നിങ്ങൾ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് തിരിഞ്ഞു വന്ന അദ്ദേഹം ഫോട്ടോയ്ക്ക് നിന്നതൊക്കെ അല്ലേ? അതെ. ചേച്ചിനെയാണെന്ന് കണ്ടെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, സ്പോർട്സിന് വേണ്ടിയിട്ടാ പോയത്. എന്താ പറയാ, ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് പാരാ അത്ലറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഞങ്ങള് വൈകല്യത്തിൽ ഷോർട്ട് കാറ്റഗറിയാണ്. വൈകല്യത്തിൽ ഷോർട്ട് കാറ്റഗറി. അപ്പോ ഞങ്ങളെ പോലെയുള്ള വൈകല്യമുള്ള ആൾക്കാർക്കുള്ള സ്പോർട്സ് ആണ് പാരാ അത്ലറ്റിക്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത്. ഞാൻ എൻ്റെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഓടാനോ ചാടാനോ ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് മാഷന്മാരൊക്കെ പറയുന്ന വെച്ചാൽ, മോനെ എവിടെയെങ്കിലും വീണ് കയ്യോ കാലോ പൊട്ടും, അതുകൊണ്ട് മോൻ അതിനൊന്നും പങ്കെടുക്കണ്ടാണ്. അങ്ങനെ ഇന്ന് എന്താ പറയാ, ബാഡ്മിന്റണിൽ മെഡൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജാവലിംഗ് ത്രോയില് ഗോൾഡ് മെഡൽ മേടിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിന്റെ ജാവലിംഗ് ത്രോയില് ഗോൾഡ് മെഡൽ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നാഷണൽ കളിക്കാൻ പോവാണ്. നമ്മുടെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ് നടത്തുന്നത്? ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയാണ്? ട്രെയിനിങ് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു ഇതിന്റെ കോച്ചിനെ കാണണം. കോച്ചിനെ കണ്ടിട്ട് നമ്മൾ തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്യുന്ന എങ്ങനെ വെച്ചാല്, വീട്ടിൽ നിന്ന് മട്ടലെടുത്ത് എറിയുന്നു. എന്റെ അടുത്ത് മറ്റേ വടിയില്ല, ആ സാധനം ഇല്ല. അപ്പൊ നമുക്ക് നമ്മളായുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അപ്പോ നമ്മളെ പോലെയുള്ള ആൾക്കാരെ, ഒരുപാട് ആൾക്കാരെ ചേർത്ത് പിടിച്ചൊരു ട്രസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കി. അതിലുള്ള ഒരുപാട് ആൾക്കാർ ഗെയിം കളിക്കാൻ വന്നു. ഒരുപാട് പേർക്ക് മെഡലും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ നമുക്ക് നമ്മുടെ സർക്കാരിന്റെ അടുത്ത് ഇതുവരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഈ സ്പോർട്സിന് പോകുന്നവർക്ക് എന്താ പറയുക, പോയി തിരിച്ചു വന്നാല് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എന്താ പറയാ ലക്ഷങ്ങൾ വാരിയിട്ട് കൊടുക്കുക. അവർക്ക് ട്രെയിനിങ്ങിന്, അവരെ മുന്നോട്ടുള്ള കോച്ചിങ്ങിന്, ബാക്കിയുള്ള കാര്യങ്ങൾ, അവരെ വീടിന്റെ പണി ഉണ്ടെങ്കിൽ അത്, പിന്നെ അവർക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ, അവർക്ക് വേണ്ട ജിമ്മ്, ഫുഡ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു സാധനം കിട്ടുന്നില്ല. ഒരുപാട് പേര് ഇന്റർനാഷണൽ മെഡൽ മേടിച്ച ആൾക്കാരുണ്ട്. ഇന്ത്യക്ക് വേണ്ടി കളിച്ച് മെഡൽ നേടിയ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 2 ആളുണ്ട്, ഒരു ഗോകുൽദാസും ഒരു നിതിൻ ഗോകുലും. അവർ 2 ആളും ഇപ്പോ വേറെ ഒരു സ്ഥലത്ത് പോയി കളിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള. എവിടെയായിരുന്നു? കാനഡ എങ്ങാൻ പോയിട്ട് കളിക്കാനാണ്. പക്ഷെ അവർക്ക് നല്ലൊരു സ്പോൺസർഷിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. 12 ലക്ഷം രൂപയോളം വേണം അവർക്ക് 2 ആൾക്ക് പോയി ഗെയിം കളിച്ചു വരാൻ.
മെഡല് വേണമെന്ന് നമ്മൾ ഉറപ്പിച്ചതാ. അവിടെ നിന്ന് മെഡൽ അടിച്ചിട്ട് ഇങ്ങോട്ട് വരും, അത് നമ്മൾ ഉറപ്പിച്ച. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണ് എല്ലാരും പരിഗണിക്കുന്ന പോലെ ഞങ്ങളെയും പരിഗണിക്കുക. ഒരുപാട് സ്പോൺസർമാരുണ്ടല്ലോ, മൈജി, പിന്നെ നമ്മുടെ യൂസഫ് അലി സാറ്, നമ്മുടെ ഫോച്ചെ, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇവരൊന്നും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായും അവരുടെയൊക്കെ ഒരു ശ്രദ്ധയിൽ എന്തായാലും ഉടൻ തന്നെ എത്തും അമൽ, കാരണം ഇത്രയധികം എത്തിയില്ലേ, ഇനിയും സമയം നമുക്കുണ്ടല്ലോ മുന്നോട്ട്. സിത്താര എങ്ങനെയാ, കുറച്ച് സംസാരിക്കുന്ന ആളാണോ? പൊതുവെ കുറച്ച് സംസാരിക്കും. എന്നോട് സംസാരിക്കുന്നവരെ ഇന്നാക്കാം. ഇനി നമുക്ക് കുറച്ച് ഇപ്പൊ കുറേയധികം നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആളുകൾക്കും ഒരു എന്താ പറയാ, അവർക്കൊരു വിഷമാവില്ലേ, നിങ്ങളുടെ കുസൃതികളും തമാശകളും നിങ്ങളുടെ ജീവിതമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ പ്രത്യേകിച്ച് പ്രേക്ഷകർ നിൽക്കുക. അപ്പൊ നമുക്ക് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ ചോദിക്കാം, അതിന് നിങ്ങൾ പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ മതി. കൂട്ടത്തിലെ ഒരു വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി ആരായിരിക്കും? നിങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രഷർ ദേഷ്യമൊക്കെ വരുന്ന ആരാ? ഞങ്ങൾ രണ്ടുപേരില്ല. അതെ, ഞാൻ തന്നെ. ആരാ കോംപ്രമൈസിന് ഫസ്റ്റ് പോവുകയൊക്കെ ചെയ്യാ? ഇപ്പോ യൂട്യൂബ് ചാനലില് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയോ? നമുക്കത് വലിയൊരു നേട്ടമായിട്ട് തന്നെ എടുക്കാം അല്ലേ? വലിയൊരു എമൗണ്ട് ഒന്നുമില്ല, എന്താ പറയാ, ഒരു 10,000 ഒക്കെ വരുന്നുണ്ട്. വീടിന്റെ ലോൺ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, വീടിന്റെ ലോൺ ഒരു 10 ലക്ഷത്തിന്റെ അടുത്തുണ്ട്. പിന്നെ അച്ഛനും പ്രായമായിട്ട് വരികയാണ്. പിന്നെ ചേട്ടനോട് ചെറിയൊരു ജോലിയുണ്ട്, ഒരു സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാണ്. കിട്ടുന്ന പൈസ ഒക്കെ സ്വരൂപിച്ച് ലോണും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയാണ് തുടക്കം. അതിലൂടെയുള്ള ഫസ്റ്റ് വരുമാനം അത് എന്തിനു ഉപയോഗിച്ചു എന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വരുമാനം ഒരു ക്യാൻസർ രോഗിക്ക് ഞങ്ങളുടെ ഫസ്റ്റ് വരുമാനം, അതിൽ നിന്ന് ഒരു ഭാഗം, അതിന് ചെറിയ ഭാഗം ഞങ്ങൾ എടുത്തിട്ട് ബാക്കി ഭാഗം ക്യാൻസർ രോഗിക്ക് കൊടുക്കണം. ഒരുമിച്ചുള്ള ആദ്യ യാത്ര എങ്ങോട്ടായിരുന്നു? ഒരുമിച്ചുള്ള ആദ്യ യാത്ര സിത്താരേനെയും കൂട്ടി ഇങ്ങോട്ട് വരുമ്പോഴാണ്. സിത്താരേനെയും കൂട്ടി ഇങ്ങോട്ട് വരുമ്പോ, എറണാകുളത്തേക്ക് വരുമ്പോ ഒറ്റയ്ക്ക് ഒരു ബോഗിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ആയിരുന്നുള്ളൂ, ഡിസേബിൾഡ് ബോഗിയിൽ. പിന്നെ യാത്ര എറണാകുളം. കോട്ടയത്ത് നിന്ന് കോഴിക്കോട് വന്നപ്പോ സിത്താരക്ക് ഉണ്ടായ ഒരു മാറ്റം എന്താണ്? പത്തനംതിട്ടയിൽ കോഴിക്കോട്. ശരി. അവിടെ നിന്ന് വന്നിട്ട് അവളെ ഭാഷയും ഞങ്ങളെ ഭാഷയും നല്ല വ്യത്യാസമുണ്ട്. ഈ ശബ്ദത്തിന്റെ പേരിലും ഉയരക്കുറവിന്റെ പേരിലൊക്കെ നിങ്ങൾ വിമർശിക്കുമ്പോൾ എന്താണ് തോന്നുക? പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കറിയാം, അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോഴായിരുന്നു മലയാളത്തിൽ കേരളക്കരയിൽ പോലും ഈ ഒരു ജനറേഷൻ ഈ ഒരു രീതിയിൽ ആളുകളെ ശ്രദ്ധിച്ചു തുടങ്ങിയതല്ലേ? അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ മനസ്സിൽ വേദന വെച്ച് നിൽക്കുവാണോ ചെയ്യാറ്? ഇല്ല, ചിലത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകൂല, ചിലത് അവിടെ കിടക്കും. ചിലത് നമ്മളെ സ്പോട്ടിൽ തന്നെ. ഇപ്പോ ഈ അടുത്ത് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നന്ന് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഞങ്ങളെ നാട്ടിലേക്ക് കൊയിലാണ്ടിക്ക് ബസ് കയറി. അപ്പോ കണ്ടക്ടർ എടുത്ത വഴിക്ക് പറഞ്ഞു, മക്കളെ എടുത്ത് മടിയിൽ വെക്കുന്നു. അപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടാ ഒന്ന് നോക്കിയിട്ട് പറ, നെറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയും. ഞങ്ങൾ മക്കളല്ല, ഞങ്ങൾ 2 ഫുൾ ടിക്കറ്റ് ആണ്, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇന്നലെ അതേപോലെ തന്നെ അച്ഛൻ്റെ കൂടി പുതിയാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ, ഏറ്റവും വലിയ ഉത്സവത്തിന് ലൈറ്റ് ഇടുന്ന സ്ഥലമാണ്. അപ്പൊ അത് കാണാൻ പോയ സമയത്ത് ഒരു ചേട്ടൻ പറഞ്ഞു, മക്കളെ 2 കൈപിടിക്ക്, നിങ്ങളെ മക്കളല്ലേ എന്ന് അച്ഛനോട്. അപ്പൊ ഞാൻ സ്പോട്ട് പറഞ്ഞു, ചേട്ടാ അനാവശ്യം പറയരുത്, ഞങ്ങൾക്ക് 2 മെച്ചൂരിറ്റി ആയിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്, ചേട്ടൻ നോക്കി സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ ഇങ്ങോട്ടും ഉടക്കി, ഞങ്ങൾ അങ്ങോട്ടും ഉടക്കി. അപ്പൊ അച്ഛൻ ഞങ്ങളെ 2 നൈസായിട്ട് വെച്ചുകൊണ്ട്. തീർച്ചയായും ഇതൊക്കെ നിങ്ങളെ ഒരു ജേർണിയിൽ ഒരു ധൈര്യം അത് തന്നെയല്ലേ, ജീവിക്കാനുള്ള ഒരു കരുത്ത് തന്നെയല്ലേ ഇതൊക്കെ തുറന്നു പറയാനും? അതെ അതെ, എന്താ പറയാ, ഞങ്ങളെ പോലെ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ആക്ഷേപമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന, എന്താ പറയാ, മാരേജ് പോലും എന്താ പറയാ കഴിക്കാത്തവരുണ്ട്. മാരേജ് കഴിച്ച മോളെ നീ വലിയൊരാളെ കല്യാണം കഴിക്കരുത്, അല്ലെങ്കിൽ നീ ചെറുതായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കരുത്, നിന്റെ ഹെൽത്ത് പ്രശ്നം വരും, നിനക്ക് ഉണ്ടാവുന്ന കുട്ടി നിന്നെ പോലെ ആയിപ്പോന്നൊക്കെ പറഞ്ഞ്, എന്തിനാ ഞങ്ങൾ ഒരാളോട് വലിയൊരാൾക്കാരോട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടി ഇങ്ങനെയാണ്, നിങ്ങൾ ഇന്ന ആൾക്കാരെ കല്യാണം കഴിക്കരുത്, നിങ്ങൾ ഇന്നെടുത്തൂടെ നടക്കരുത്, വളരെ ജനറേഷന്റെ പ്രശ്നമാണ്.
ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെയാണ്, ഇനിയിപ്പോൾ 2026 വലിയ പ്ലാനിങ്. എല്ലാവരും പറയും 2026 അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പക്ഷെ സാധാരണ പോലെ തന്നെയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? 2026 എന്ന് പറയുന്ന ലക്ഷ്യത്തില് ഞങ്ങൾക്ക് 2026 അവസാനത്തോടെ എന്റെ വീടിന്റെ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ സഹായിക്കണം, ഞങ്ങളെ സോഷ്യൽ മീഡിയയെ കുറിച്ച് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ സഹായിക്കണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ സിത്തൂനൊരു വീഡിയോ എന്നുള്ള പത്രം. സിത്താരയുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ എപ്പോഴും നിങ്ങളുടെ ചാനലിൽ കൂടെ കാണാറുണ്ട്. എങ്ങനെയാ, ടേസ്റ്റ് ഉണ്ടോ അമൽ? ഓ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാ. അതെ അല്ലേ? അവൾ ഉണ്ടാക്കും. നൂഡിൽസ് മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്നത്. 10ാം ക്ലാസ് വരെ പഠിക്കുന്നിടം വരെ അമ്മേനെ സഹായിക്കൊന്നും ചെയ്യാത്ത ആളാണ് ഞാനിപ്പോ അടുക്കള കയറി. ഇപ്പോ ഇവിടെ പറഞ്ഞാല് പക്ഷെ അതിലും ആളുകൾ പറയുന്നുണ്ട് കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നയാന്നും പറയുന്നുണ്ട് അല്ലേ? ഒരു ദിവസം അമ്മയ്ക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒന്നാമത്തെ വെച്ചാൽ ഈ ആമവാദം എന്ന് പറഞ്ഞ സംഭവമാണ്. കൈക്ക് വിറയലും കാലിന്റെ മുട്ടിന്റെ തായോട്ട് അധികം ബലമൊന്നും കൊടുത്ത് നടക്കാനൊന്നും പറ്റൂല. അമ്മ അങ്ങനെ എവിടെയും പോക്കില്ല, അമ്മ വീട്ടിന്റെ അകത്ത് തന്നെയാണ്. അപ്പോ അമ്മയ്ക്ക് വയ്യാത്ത ദിവസം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടുക്കളയിൽ കയറുക. അവള് തന്നെ അരിക്ക് വെള്ളവും, അവള് തന്നെ അരി കഴുകും, അവള് തന്നെ മീൻ മുറിക്കും, കറി വെക്കും. തേങ്ങ മാത്രമേ ഞാൻ അരച്ചു കൊടുക്കുന്നുള്ളൂ. തേങ്ങ പൊതിച്ച് ഗ്രൈൻഡറിൽ വെച്ച് അരച്ചു കൊടുക്കും. പിന്നെ വാഷിംഗ് മെഷീൻ ഇടുന്നെങ്കിൽ ആൾക്ക് എത്തൂല, ഇടാൻ എത്തും, എടുക്കാൻ എത്തില്ല, അതും ഞാൻ ചെയ്യും. അപ്പോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല, എല്ലാം ഞങ്ങള് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ എന്താ പറയാ ഒരു ദിവസത്തെ കാര്യം ഇതുവരെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. ഒന്നാമത്തെ അത് ഇടണമെന്നുണ്ട്, എന്താ പറയാ ഞാൻ തന്നെ വീഡിയോ എടുക്കണ്ടേ, അതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടണമെന്നുണ്ട്. ഇതിനിടയിൽ അമലിന്റെ സിനിമാ വിശേഷങ്ങളും ഉണ്ട് അല്ലേ? അതെ, ഇന്നസെന്റ് എന്ന് പറഞ്ഞ പുതിയ മൂവി ഇറങ്ങി. സതീഷ് ചേട്ടനായിരുന്നു ഡയറക്ടർ. ഫസ്റ്റ് മൂവിയാണ്. ഇനി അടുത്ത മൂവിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ്. തീർച്ചയായും എന്തായാലും 2026 അങ്ങനെ അടിച്ചു പൊളിക്കട്ടെ രണ്ടുപേർക്കും. വലിയൊരു വിശ്വസന നേരെയാണ്, കാരണം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഇനിയും ഒരുപാടുണ്ട്, ഒരുപാട് യാത്രകൾ സഞ്ചരിക്കണം, ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ ഈ യാത്ര മുന്നോട്ട് പോകട്ടെ. എന്താണ് പ്രേക്ഷകരോടും പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് വെച്ചാൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ ചേർത്ത് പിടിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ പറയാ മറ്റുള്ള വാക്കുകളൊന്നും പറയരുതെന്നേ പറയാനുള്ളൂ. എന്താ ഞങ്ങള് നിങ്ങളെ മക്കളെ പോലെയാണ്, ഞങ്ങളെ പോലെയുള്ള ആരായാലും നിങ്ങളെ മക്കളെ പോലെയാണ്, അതുപോലെ ഞങ്ങളെ കാണുന്നേ പറയാണ്. സിത്താര ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയൂ. ഇനി വരുന്ന തലമുറ ഞങ്ങളെ പോലുള്ളവരെ ഇങ്ങനെ കളിയാക്കാതിരിക്കുകയും പിന്നെ ഞങ്ങളെ അംഗീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുന്നു. തീർച്ചയായും. അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇനി നേരിട്ട് കണ്ട് ഒന്ന് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ഞാനും വിചാരിക്കും. നേരിട്ടാണ് ഞാനും വിചാരിച്ചിരുന്നത്, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ സൂമിൽ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നു. ഇനി അടുത്തൊരു സമയത്ത് നമ്മൾ നേരിട്ട് കണ്ട് വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ നടക്കാനെന്ന് ഞാനും കരുതുകയാണ്. ഓക്കെ, താങ്ക് യു, വളരെയധികം നന്ദി. ഇനി മറ്റൊരു അതിഥിയുമായി അടുത്ത ദിവസം കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.